രസകരമായൊരു സംഭവമാണ് കോവിഡ് കാലത്ത് നടന്ന സംഭവം. ഇന്ത്യയിൽ ഒറ്റ ദിവസം കൊണ്ട് സർക്കാർ കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. എന്നാൽ ഇംഗ്ലണ്ടിന് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നു. ഇത് കേൾക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് അഭിമാനവും ഇംഗ്ലണ്ടിനെക്കുറിച്ച് പുച്ഛവും തോന്നാം. പക്ഷേ ഇംഗ്ലണ്ടിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പൗരന്മാരുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ കാലത്തെ ജീവിതത്തിന് വേണ്ട കരുതലിനാണ് ഇംഗ്ലണ്ട് ദിവസങ്ങൾ ചെലവഴിച്ചത്. മനുഷ്യാവകാശങ്ങൾക്കും പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനുമെല്ലാം വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ത്യയിൽ അതൊന്നുമില്ല. നമ്മുടെ തിളക്കം GDPയിൽ ഒതുങ്ങി നിൽക്കുന്നു. അതാണ് ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇത് ഓർത്തത് ഒരു റിപ്പോർട്ട് കണ്ടപ്പോഴാണ്. തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഐക്യരാഷ്ട്ര സംഘടനയിൽ തിരിച്ചടി നേരിട്ടു എന്നതാണ് വാർത്ത. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ ഒരു ആഗോള സഖ്യമുണ്ട്. ഈ സഖ്യത്തിൽ ഇത്തവണയും ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അക്രഡിറ്റേഷൻ അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ മെയ് 15 ചേർന്ന സഖ്യത്തിൻ്റെ അക്രഡിറ്റേഷൻ കമ്മിറ്റിയാണ് ഈ തീരുമാനമെടുത്തത്. കമ്മീഷനിലെ സ്ത്രീ ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ലായ്മ, പ്രവർത്തനത്തിലെ സുതാര്യതക്കുറവ്, അന്വേഷണം പോലീസിന് വിടുന്നതിനുള്ള വിയോജിപ്പുകൾ എന്നിവ ചൂണ്ടിക്കാണിച്ചായിരുന്നു കഴിഞ്ഞ തവണ അംഗീകാരം നിഷേധിച്ചത്. സർക്കാർ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്ന വിലയിരുത്തലും ഉണ്ടായി. ഇത്തവണ കമ്മീഷനെ പുറത്തു നിർത്താനുള്ള കാരണങ്ങൾ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. സർക്കാരിൻ്റെ B ടീമാണ് മനുഷ്യാവകാശ കമ്മീഷൻ പോലുള്ളവ എന്ന ആക്ഷേപം ഇന്ത്യയിൽ പൊതുവെയുണ്ട്. അതെന്തുകൊണ്ടാണെന്നും വ്യക്തം. കാരണം നിലവിൽ പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കൾ എന്നിവരടങ്ങുന്ന നിയമന സമിതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ കാരണം മനസ്സിലായില്ലേ? ഗ്ലോബൽ അലയൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന സംഘടന ഹോണ്ടുറാസ്, ന്യൂസിലൻഡ്, ഗ്രീസ്, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. 120 രാഷ്ട്രങ്ങളിലെ ദേശീയ മനുഷ്യാവകാശ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണിത്. കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് പാരീസ് ഉടമ്പടി അംഗരാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. 5 വർഷ ഇടവേളകളിലാണ് ഈ വിശകലനം നടക്കുന്നത്. സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി ഗ്രേഡിങ്ങും നൽകും. 2023 നവംബർ 29 വരെയുള്ള കണക്കനുസരിച്ച് 88 സ്ഥാപനങ്ങൾക്ക് A ഗ്രേഡ് നൽകിയിട്ടുണ്ട്. ഇവരാണ് പാരീസ് ഉടമ്പടി പൂർണ്ണമായും പാലിക്കുന്നത്. ശേഷിക്കുന്ന 32 എണ്ണം B കാറ്റഗറിയിലാണ്. നിലവിൽ ഇന്ത്യയുടെ റാങ്കിംഗ് B ആണ്. മുമ്പ് ഇന്ത്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സഖ്യത്തിൻ്റെ A റാങ്ക് കരസ്ഥമാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിലായിരുന്നു. പാരീസ് ചട്ടങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിൽ 2017 കമ്മീഷൻ്റെ റാങ്ക് മരവിപ്പിച്ചത്. പ്രധാനമായും സ്ത്രീ ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ലായ്മ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. കമ്മീഷനിൽ മാറ്റം വരുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. A പദവിയുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ കമ്മീഷന് UN മനുഷ്യാവകാശ കൗൺസിലിലും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലും പൂർണ്ണമായ പ്രവർത്തന അവകാശം ഉണ്ടാവുകയുള്ളൂ. പിരോട്ടവകാശവും ഭരണപരമായ സ്ഥാനങ്ങളും ഉൾപ്പെടെയുള്ളവ കിട്ടുന്നതിനും അംഗീകാരം നിർണായകമാണ്. നിലവിലെ B പദവി കൊണ്ട് സാധിക്കുന്നത് സഖ്യത്തിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാം എന്നത് മാത്രമാണ്. വോട്ട് ചെയ്യാനോ ഭരണപരമായ സ്ഥാനങ്ങൾ വഹിക്കാനോ കഴിയില്ല.